ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം. 2022 അവസാനമായി ശാസ്ത്രലോകം കണ്ട ടോട്ടൽ ലൂണാർ എക്ലിപ്സ് അഥവാ പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്നും നാളെയും ലോകത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ലോക ബഹിരാകാശ സംഘടനയായ നാസയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ന് രാത്രി തുടങ്ങി നാളെ പുലർച്ചെ അവസാനിക്കുന്ന രീതിയിലാണ് ബ്ലഡ് മൂൺ കാണപ്പെടുക. പൂർണ്ണ ചന്ദ്രഗ്രഹണങ്ങൾ പ്രത്യേകിച്ച് അപൂർവമല്ലെങ്കിലും ഓരോ 10 വർഷത്തിൽ അഥവാ ഒരു ബ്ലഡ് മൂൺ ചന്ദ്രഗ്രഹണം വളരെ കുറച്ചു തവണ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇന്നത്തെ വാർത്താ സന്ധ്യ ആരംഭിക്കാം. നോക്കാം പ്രധാന വാർത്തകൾ. മൊകേരി ഗവൺമെന്റ് കോളേജിന്റെ വികസന മുന്നേറ്റത്തിൽ ഒരു പൊൻതൂവൽ കൂടി. മൊകേരി കോളേജ് അക്കാദമിക് ആൻഡ് ഡിജിറ്റൽ റിസോഴ്സ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. BSF ക്വാർട്ടേഴ്സിലെ സ്റ്റൗ പൊട്ടിത്തെറിച്ച് അപകടം. മകന് പിന്നാലെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വേളം സ്വദേശിനി മരിച്ചു. കുറ്റ്യാടി ചുരത്തിൽ ലോറി തലകീഴായി മറിഞ്ഞു. ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്ക്. മടപ്പള്ളിയിൽ വാഹന അപകടം. അഴിയൂർ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിനൊരുങ്ങി വടകര നഗരം. ആവേശമായി വിളംബര ജാഥ. ജപ്തി നടപടി ഒഴിവാക്കാൻ വടകരയിൽ ജല അതോറിറ്റി 20-ന് അദാലത്ത് നടത്തുന്നു. വാർത്തകൾ വിശദമായി. കിഫ്ബി ഫണ്ടിൽ നിന്നും 4.5 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച മൊകേരി ഗവൺമെന്റ് കോളേജ് അക്കാദമിക് ആൻഡ് ഡിജിറ്റൽ റിസോഴ്സ് സെന്റർ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കോളേജിന്റെ ചിരകാല അഭിലാഷമായിരുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബുമാണ് യാഥാർത്ഥ്യമായത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ, മെമ്പർമാർ, വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു. അഷ്റഫ് കൊയിലോത്താൻ കണ്ടിയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ അധ്യക്ഷനായി. ബൈജു ജോൺ M റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അരങ്ങേറി. കിഴക്കൻ മലയോര മേഖലയിലെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി കിലോമീറ്ററുകൾ താണ്ടി വടകര, കോഴിക്കോട് എന്നിവിടങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് ആശ്രയിച്ചത്. 1981-ലാണ് മൊകേരിയിൽ ഒരു ഗവൺമെന്റ് കോളേജ് സ്ഥാപിതമാകുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരുടെ ജനകീയ ഇടപെടലിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്നായി തേങ്ങാ പിരിവ് നടത്തിയാണ് കോളേജിന് ആവശ്യമായി സ്ഥലം വാങ്ങിയത്. തുടക്കത്തിൽ 2 പ്രീ ഡിഗ്രി കോഴ്സ് മാത്രമുണ്ടായിരുന്ന കോളേജിൽ ഇന്ന് 6 ബിരുദ കോഴ്സുകളും 3 ബിരുദാനന്തര ബിരുദ കോഴ്സുകളും ഒരു റിസർച്ച് സെന്ററുമുണ്ട്. KP ചന്ദ്രി, VK റീത്ത, കൈരളി K, രതീഷ് A, K സുരേഷ്, ജമാൽ മൊകേരി, P സുരേഷ് ബാബു, AV നാസറുദ്ദീൻ, NV ചന്ദ്രൻ, BP വാസു മാസ്റ്റർ, പറമ്പത്ത് കുമാരൻ, മനോജ് അരൂർ, നവദേവ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഡോക്ടർ ലിയാഖത്ത് അലി നന്ദി പറഞ്ഞു. ശ്രീനഗറിലെ ബന്ദിപുര സെക്ടർ BSF ഹെഡ് ക്വാർട്ടേഴ്സിൽ മണ്ണെണ്ണ സ്റ്റൗ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. വേളം പെരുവയൽ ആറങ്ങാട്ട് ഷിബിൻ ഷയാണ് മരിച്ചത്. ഭർത്താവ് രാഹുൽ രാജ് BSF ഉദ്യോഗസ്ഥനാണ്. ഫെബ്രുവരിയിലാണ് ക്വാർട്ടേഴ്സിലെ മണ്ണെണ്ണ സ്റ്റൗ പൊട്ടിത്തെറിച്ച് യുവതിക്കും മകനും പൊള്ളലേറ്റത്. മകൻ 4 വയസ്സുകാരൻ ദക്ഷിത് യുവൻ സംഭവ ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ഷിബിൻ ഷാ ശ്രീനഗറിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. അച്ഛൻ ബാലകൃഷ്ണൻ, അമ്മ രാഗിണി, സഹോദരൻ ഷിബിൻ ലാൽ. കുറ്റ്യാടി ചുരത്തിൽ ലോറി തലകീഴായി മറിഞ്ഞു. മേഖല പൂതമ്പാറയ്ക്ക് സമീപത്തുള്ള വളവിലാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ലോറി തലകീഴായി മറിഞ്ഞത്. ബുധനാഴ്ച പകൽ 1:45-ഓടെയാണ് അപകടം. ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും സാരമായി പരിക്കേറ്റു. ക്രെയിൻ ഉപയോഗിച്ച് ലോറി റോഡരികിലേക്ക് മാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കി. ബൈക്ക് അപകടത്തിൽ അഴിയൂർ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. കോറോത്ത് റോഡ് പടിഞ്ഞാറെ അത്താണിക്കൽ ശരത് KP യാണ് മരിച്ചത്. ദേശീയപാത മടപ്പള്ളിയിൽ ഇന്നലെ രാത്രി 10:30-നാണ് സംഭവം. ബൈക്കിൽ വരികയായിരുന്ന ശരത്തിനെ ഒരു വാഹനം ഇടിക്കുകയും റോഡിൽ വീണ ഇയാളുടെ ദേഹത്ത് കൂടി വാഹനം കയറിയിറങ്ങിയതുമാണ് ലഭിക്കുന്ന വിവരം. ഊരാളുങ്കൽ സൊസൈറ്റിയിൽ പെരിന്തൽമണ്ണ സൈറ്റിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുകയാണ് ശരത്. അച്ഛൻ സദാനന്ദൻ, അമ്മ ശ്യാമള, സന്ദീപ്, സനു എന്നിവർ സഹോദരങ്ങളാണ്. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ 26ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ജാഥ നടത്തി. വിളംബര ജാഥ വടകര 5 വിളക്കിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു.
സമാപന ചടങ്ങിൽ സ്വാഗത സംഘം വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ, OT മുരളീദാസ്, PM ബിനു എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാനും അഡ്വക്കേറ്റ് A സനൂജ്, B രവീന്ദ്രൻ, A സുരാജ്, C പ്രദീപൻ, ജയരാജൻ C, സുഭാഷ് കോറോത്ത്, സിജു C, മോളി EP, അനില, ഷീബ എന്നിവർ നേതൃത്വം നൽകി. ജല അതോറിറ്റി വടകര പുറമേരി സെക്ഷൻ ഓഫീസുകളുടെ പരിധിയിൽ വരുന്ന വാട്ടർ ചാർജ് കുടിശ്ശിക വന്ന് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട് ജപ്തി നടപടികൾ നേരിടുന്ന ഉപഭോക്താക്കൾക്കായി റവന്യൂ റിക്കവറി അദാലത്ത് നടത്തുന്നു. ഈ മാസം 20-ാം തീയതി രാവിലെ 10:30 മുതൽ വടകര സിവിൽ സ്റ്റേഷനിലുള്ള താലൂക്ക് കോൺഫറൻസ് ഹാളിൽ അദാലത്ത് നടക്കുമെന്ന് വടകര അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വാർത്തകൾ പൂർണ്ണമായി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.